ഹായ് ഹോൾ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു സാൻഡ്വിച്ച് തയ്യാറാക്കാം. നല്ല അടിപൊളി ടേസ്റ്റായ എഗ് പൊട്ടറ്റോ സാൻഡ്വിച്ച് റെഡിയാക്കാം. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. സാൻഡ്വിച്ച് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം 2 വലിയ സവാള ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. 2 വലിയ തക്കാളി ചെറുതാക്കി അരിഞ്ഞിട്ട് അത് ഇട്ട് കൊടുക്കുക. പിന്നെ 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് ഇട്ട് കൊടുക്കുക. ഉള്ളി തക്കാളിയൊക്കെ വാടി വരുമ്പോഴത്തേന് നമുക്ക് ദോശക്കുള്ള ബാറ്റർ റെഡിയാക്കാം. അതിനായിട്ട് ഒരു എഗ്ഗ് എടുത്തിട്ടുണ്ട്, 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് ബാറ്റർ മിക്സ് ചെയ്തെടുക്കാം. പിന്നെ വീണ്ടും ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ദോശ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഉള്ളിയും തക്കാളിയൊക്കെ വാടി വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് മല്ലിച്ചപ്പും പുതിന അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂണ് കുരുമുളക്, 1/2 ടീസ്പൂണ് ഗരം മസാല, 1/2 ടീസ്പൂണ് മുളകും പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഇതെല്ലാം ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇനി മസാലയ്ക്കുള്ള പൊട്ടറ്റോ റെഡിയാക്കുക. അതിനായിട്ട് 4 പൊട്ടറ്റോ പുഴുങ്ങിയിട്ട് നന്നായിട്ട് മാഷ് ചെയ്തെടുത്തതാണത്. എന്നിട്ട് നന്നായിട്ട് ഇതിൽ മസാലയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. പൊട്ടറ്റോ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 എഗ്ഗ് ആഡ് ചെയ്യാം. എഗ്ഗ് നമ്മൾ പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. എഗ്ഗ് വെന്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് നമുക്ക് ഈ മസാലയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സാൻഡ്വിച്ച് ഉണ്ടാക്കാനുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ഉണ്ടാക്കിയ ബാറ്റർ വെച്ചിട്ട് 5 ദോശയാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പം നമുക്ക് 5 സാൻഡ്വിച്ച് അത് വെച്ചിട്ട് ഉണ്ടാക്കാം. അങ്ങനെ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സാൻഡ്വിച്ച് സെറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ദോശയുടെ സെൻറ്ററിൽ നിന്ന് ഒരു സൈഡിലോട്ട് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു സൈഡിലായിട്ട് ഇതിൻ്റെ മസാല സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മസാല വെച്ചതിന് ശേഷം നമുക്ക് ഈ ദോശ വെച്ചിട്ട് ഇത് ഫോൾഡ് ചെയ്തെടുക്കാം. ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ദോശമാവിന് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അത് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ എല്ലാ ദോശയും അങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് 1 ടീസ്പൂൺ ഗീ ആഡ് ചെയ്തതിന് ശേഷം ഈ ഫോൾഡ് ചെയ്ത സാൻഡ്വിച്ച് നമുക്കതിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. സാൻഡ്വിച്ചിൻ്റെ മേലെ കുറച്ച് ഗീ ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഒരു സൈഡ് നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്, അപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ 2 സൈഡും അങ്ങനെ ഫ്രൈ ആക്കി എടുക്കുക. അങ്ങനെ നമ്മൾ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.